എനിക്കൊരു മോളുണ്ട് ഷാർജയിലാണ്. ഒരു കുഞ്ഞിനെ ഒരപ്പനും അമ്മയും വളർത്തി നിൻ്റെ കയ്യിലോട്ട് തരുമ്പോഴേ ചങ്കു പറിച്ചാൽ തരുന്നേ. നിനക്ക് തൊഴിക്കാനുള്ളതല്ല, നിനക്ക് ഇടിക്കാനുള്ളതല്ല, ചവിട്ടാനുള്ളതല്ല, തെറി വിളിക്കാനുള്ളതല്ല, നിന്റെ കോപം തീർക്കാനുള്ളതല്ല ഭാര്യയെ തല്ലുന്ന ഏതെങ്കിലും ഒരുത്തിനകത്ത് തൊണ്ട ഗുണപ്പെട്ടു പോക്കണം. നിനക്ക് ഇടിക്കാനുള്ളതല്ല, ഒരു ചങ്ക് പറിച്ചാൽ തരുന്നേ. നിങ്ങളുടെ വീട് സമാധാനമാകണം. എന്ത് ചെയ്യണം? പീസ് ബി ടു യു, പീസ് ബി ടു യു യുവർ ഹൗസ്, പീസ് ബി ടു ഓൾ ദാറ്റ് യു ഹാവ്. മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഒന്നാം സ്ഥാനം ദൈവത്തിന് നൽകുക. എല്ലാവരോടും എ ഹോം ഈസ് എ പ്ലേസ് വെയർ ഈച്ച് വൺ ലിവ്സ് ഫോർ അതേഴ്സ് ആൻഡ് ഓൾ ലിവ്സ് ഫോർ ഗോഡ്. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കുകയും അവർ ഇരുവരും ദൈവത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യണം. Where there is God, there is faith. Where there is fight, there is love. Where there is love, there is peace. Where there is peace, there is no need. എവിടെ ദൈവമുണ്ടോ, എവിടെ ദൈവ സാന്നിധ്യമുണ്ടോ അവിടെ പരസ്പര വിശ്വാസമുണ്ട്. എവിടെ വിശ്വാസമുണ്ടോ അവിടെ സ്നേഹമുണ്ട്. എവിടെ സ്നേഹമുണ്ടോ അവിടെ സമാധാനമുണ്ട്. എവിടെ സമാധാനമുണ്ടോ there is no need. ദൈവസാന്നിധ്യമില്ലാത്ത 2 നില കെട്ടിടത്തേക്കാൾ, ദൈവസാന്നിധ്യമില്ലാത്ത AC റൂമിനേക്കാൾ, ദൈവസാന്നിധ്യമില്ലാത്ത മാർബിൾ തറയേക്കാൾ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ചെറ്റക്കുടിലാണ് ശ്രേഷ്ഠമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കളെ കൈ ഉയർത്തി വാതുറന്ന് സ്തോത്രം പറഞ്ഞാട്ട്. നിങ്ങളുടെ വീട്ടിൽ ദൈവസാന്നിധ്യം ഉണ്ടോ? ഞാനൊരു സുവിശേഷ പ്രസംഗിയനാണ്. ഈ റോഡിലൂടെയൊക്കെ 12 മണിക്കോ 1 മണിക്കോ 1:30ക്കും 2 മണിക്കോ ഒക്കെ ഞങ്ങൾ യാത്ര ചെയ്യും. എൻ്റെ കൂടെ സാരഥിയായ സഹോദരൻ ഇരിപ്പുണ്ട്. ഒരു രാത്രി 12:30 മണിയായപ്പോൾ ഷാജിയൻ പാസ്റ്ററെ ഒരു ഫോൺ കോൾ എനിക്ക് വന്നു. 12:30 മണിക്ക് 9 വയസ്സോ 10 വയസ്സോ കൂടുതൽ പ്രായമില്ലാത്തൊരു പെങ്കൊച്ച് വിളിക്കുക. അവൾ വിളിച്ച് ഭയത്തോടാ, പാസ്റ്റർ, എൻ്റെ ഡാഡി എൻ്റെ മമ്മിയെ കൊല്ലുന്നു. ഞാൻ ഞെട്ടിപ്പോയി. എങ്ങനെ അവൾക്ക് നമ്പർ കിട്ടിയെന്നറിയില്ല. ഒന്ന് TV കണ്ടതായിരിക്കും, അല്ല എൻ്റെ പുസ്തകത്തിൽ നിന്ന് കണ്ടതായിരിക്കും. അവൾക്ക് കിട്ടിയ നമ്പറിൽ അവൾ വിളിച്ചു. 2 നില കെട്ടിടമാണ്, ഒറ്റ മോളേ ഉള്ളൂ. 12:30 മണി രാത്രിയിൽ മദ്യപിച്ച് അപ്പം അമ്മയുടെ കൊങ്ങാക്കി ഞെക്കി പിടിച്ചേക്കുക. പാസ്റ്റർ, ഞാൻ പേടിച്ചു പോയി. കൊല്ലല്ലേ എന്ന് പ്രാർത്ഥിച്ചു. കാരണം ഇവൻ അവളെ കാണാൻ കൊന്നിട്ടാൽ അന്വേഷണം എൻ്റെ പേർക്ക് വരും. ആ വീട്ടിൽ നിന്ന് ആദ്യത്തെ ഫോൺ കോൾ എൻ്റെ നേർക്കാണ് വന്നേക്ക്. ദൈവസാന്നിധ്യമില്ലാത്ത 2 നില കെട്ടിടത്തേക്കാൾ, ദൈവസാന്നിധ്യമില്ലാത്ത AC റൂമിനേക്കാൾ ദൈവസാന്നിധ്യമുള്ള ചെറ്റക്കൂടിലാണ് ശ്രേഷ്ഠത. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഇഷ്ടപ്പെടുക പെടാതിരിക്കുന്നത് എൻ്റെ വിഷയമല്ല. ഇവിടെയുള്ള മാതാപിതാക്കളെ, പിതാക്കന്മാരെ, മാതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ